വിജയമാണ് മാനദണ്ഡം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ ചില MP-മാർ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ ഇപ്പോൾ നിലവിലുള്ള ഹൈക്കമാൻഡിന്റെ ഒരു ഇതിൽ മാറ്റം വരുമോ എന്താണ്? അല്ല, അതിന് ആദ്യം മുതലേ പറയുന്നുണ്ട്, ആ ഡിസിഷൻ ഇലക്ഷൻ കമ്മിറ്റിയുടേതല്ല, സ്ക്രീനിങ് കമ്മിറ്റിയുടേതല്ല. MP-മാരെ സംബന്ധിച്ചിട്ടുള്ള എന്ത് തീരുമാനവും എടുക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നതും കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നതും കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് ഉചിതമായ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ തീരുമാനം പറയും. അത് ഇവിടെ ചോദിക്കേണ്ട ചോദ്യം പോലും അല്ല. അദ്ദേഹമെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ഞങ്ങളുടെ എല്ലാ പരിപാടി, ഞങ്ങളിപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗത്തിലും അതിന് മുമ്പത്തെ മീറ്റിങ്ങിലും എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അവരൊക്കെ ആര് മത്സരിക്കണമെന്നുള്ളത് MP-മാരിൽ പെടുന്നതാണത്. രാജ്യസഭയാണെങ്കിൽ MP ആണല്ലോ, അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അല്ല, താങ്കൾ മത്സരിക്കുന്നത് നേരത്തെ താങ്കൾ ഒരു MLA ആണ്, താങ്കൾ മത്സരിക്കുന്നത്, താങ്കൾക്ക് മത്സരിക്കണം അല്ലെങ്കിൽ താങ്കൾ കോൺഗ്രസ് പുറത്ത്, അതായത് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്, താങ്കൾ മത്സരിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ്? അല്ല, ഞാനിപ്പോൾ നിലവിൽ MLA ആണ്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഈ 3 തെരഞ്ഞെടുപ്പ് 2006-ലും 2011-ലും 2016-ലും 2021-ലും 4 തവണ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഡൽഹിയിൽ വരുന്ന ആളെ അല്ല ഞാൻ. പക്ഷേ ഇത്തവണ PCC വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള ഒരു ചുമതലയും ഉത്തരവാദിത്വം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇവിടെ എത്തിയത്. അപ്പോൾ കുണ്ട്രയിൽ കഴിഞ്ഞ തവണ പാർട്ടി സീറ്റ് തന്നു, അവിടെ മത്സരിച്ചു, ജനങ്ങൾ ജയിപ്പിച്ചു. ഇത്തവണയും മത്സരിക്കുകയാണെങ്കിൽ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുള്ള സീറ്റ് കുണ്ട്രയാണ് എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കുണ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊള്ളൂ എന്ന നിലയിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റിയിലെ അവിടെ ഒരു ഘടനയുണ്ട്, CECക്ക് ഒരു ഘടനയുണ്ട്. ആ ഘടനയിൽ അവിടെയുള്ളവരെ ചർച്ച ചെയ്യുള്ളൂ. അപ്പോൾ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നേതൃത്വവും എല്ലാം ഉണ്ട്. അവരുമായിട്ട് ഓരോ സീറ്റുകളെ സംബന്ധിച്ചും ഒക്കെ ഞങ്ങൾക്കും പാർട്ടിക്കും ഞങ്ങളുടെ എല്ലാ ഏരിയകളുണ്ട്. അപ്പോൾ എനിക്കൊരു തെക്കൻ മേഖലയുടെ ചുമതലയാണുള്ളത്, അനിൽകുമാറിന് മധ്യ കേരളത്തിൻ്റെ ചുമതലയാണുള്ളത്, ഷാഫിക്ക് മലബാറിൻ്റെ ചുമതലയാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഫീഡ്ബാക്ക് നേതൃത്വത്തിന് നൽകാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എത്തിയത്. വിമതനായി വന്നിട്ടുള്ള അതേ 2 മണിക്ക് എത്തും. ഈ CPI വിമതനായി വന്നിട്ടുള്ള മുകുന്ദനെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച് ചില പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇതുണ്ട്. അപ്പം CPIയുടെ വിമതൻ ഇപ്പോൾ കോൺഗ്രസിനൊരു തലവേദനയാവുന്ന സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. നാട്ടിക സീറ്റ് സ്ക്രീനിങ് കമ്മിറ്റി ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അവിടെ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ഏതാണെന്ന് സ്ക്രീനിങ് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട് സ്ക്രീനിങ് കമ്മിറ്റി അത് CECക്ക് ശുപാർശ ചെയ്യും. CECയുടെ അംഗീകാരത്തോടുകൂടി നാട്ടികയിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. ഇപ്പോൾ അത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് KP ഗണേഷ് കുമാർ. മന്ത്രിക്കെതിരെ വലിയ ആരോപണം സെറ്റിലായി എന്ന് പറയുന്നു. എങ്ങനെയാണ്? അല്ല, അതിപ്പോൾ വ്യക്തിപരമായ പ്രശ്നം എന്നതിനേക്കാൾ ഒരു ക്രമസമാധാന പ്രശ്നത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട്. അതായത് ഒരാൾ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു സംവിധാനത്തോട് സഹായം ചോദിച്ചിട്ടും സഹായം ലഭ്യമായില്ല എന്ന് പറഞ്ഞത് അവിടെ അതുപോലെ കിടക്കുകയാണ്. അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് അതുണ്ടായില്ല? അത്തരം ഉന്നതമായ പദവികളിൽ ഇരിക്കുന്നവർക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തകർന്ന ഒരു ആഭ്യന്തര വകുപ്പ് സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്ന ഒരു പ്രശ്നം കേരളത്തിൻ്റെ മുമ്പ് നിൽക്കുകയല്ലേ. അപ്പോൾ അവിടെ വ്യക്തിപരമായ തീരുമാനങ്ങളോ ഒത്തുതീർപ്പുകൾക്കോ അപ്പുറത്തേക്ക് അത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിട്ടുണ്ടായ ഒരു നാണം കെട്ട വെളിപ്പെടുത്തലാണ് വന്നത്. പോലീസ് വന്നിട്ട് ഒന്നും ചെയ്യാതെ രണ്ടാമതൊന്ന് നോക്കുമ്പോൾ വന്ന വിങ്ക് പോലീസിനെയും കണ്ടില്ല എന്നാണ് പറയുന്നത്. എന്താ ആഭ്യന്തര വകുപ്പാണിത്? ഇത് ആഭ്യന്തര വകുപ്പാണോ സെറ്റിൽമെൻറ്റ് വകുപ്പാണോ?